ഉപദ്രവം എന്ന് പറഞ്ഞാൽ മേഡം, ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഉപദ്രവമാ. എൻ്റെ കണ്ണിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഒരു അടയാളം. എൻ്റെ കണ്ണിനെ കണ്ട് ഇടിച്ചത്. എൻ്റെ കുഞ്ഞ് ഇദ്ദേഹം ഇതുപോലൊക്കെ പിണങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അവിടെ നമ്മളവിടെ ബാബുജി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് സ്കൂളുണ്ട്, അവിടെ LKG-യിലാക്കിയാക്കി നല്ലതുപോലെ പഠിക്കും. അപ്പോഴും ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ച് വരുമ്പോൾ ഇദ്ദേഹം ഇവക്ക് ഫോൺ ചെയ്യുക, കോഴിക്കോട്ട് നിൽക്കി നോക്ക്. അപ്പം ഞാനിങ്ങനെ നോക്കി നോക്കി അങ്ങ് പോയപ്പോൾ എന്താ നോക്കുന്നത്, എന്തടി നോക്കുന്നത്, നീ മിണ്ടാതെ പോണേ എന്ത്? അപ്പം ഞാൻ തിരിച്ചു വന്നു. കൊച്ചിന് ഫീസ് കൊടുത്തില്ല, അവരെന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ അടുത്ത് ഫീസ് ചോദിക്കാൻ നിനക്കെന്ത് അവകാശം? അപ്പം ഞാൻ ചെന്ന് ഇങ്ങനെ ഉടുപ്പി പിടിച്ചിട്ട് പറഞ്ഞേ, എവിടെ വെച്ച് എനിക്ക് പിടിച്ചു നിർത്താനുള്ള ലൈസൻസ് ഉള്ളതാന്ന് പറഞ്ഞു. അങ്ങനെ 2 കൈക്ക് ഇടിച്ചിട്ട് വന്ന് ഞാൻ ബോധം കെട്ട് അവിടെ വീണ്. പക്ഷെ കണ്ണിൻ്റെ ഇവിടെയാ പൊട്ടിയത്. വർക്കല പോയാൽ ഞാൻ മരുന്ന് വെച്ചത്, ഞാൻ ഒറ്റയ്ക്കാ പോയത്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പോയി മരുന്നൊക്കെ വെച്ച്. ഈ ഉപദ്രവിച്ചതിന് നിങ്ങൾ ഗാർഹിക പീഡനമായിട്ട് വല്ല കേസും കൊടുത്തായിരുന്നു? കൊടുക്കാനേ എൻ്റെ സാമ്പത്തികം ഇല്ല മേഡം. പോലീസ് സ്റ്റേഷനിലെങ്കിലും പരാതി? പോലീസ് സ്റ്റേഷനിൽ കൊടുത്തില്ല, ആശുപത്രിയിൽ എഴുതിയതേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയില്ല. ഞാൻ ക്ഷമിച്ചു കുറേയൊക്കെ. ഗാർഹിക പീഡനത്തിനൊന്നും കേസ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കുടുംബ കോടതിയിൽ ബന്ധം ഏർപ്പെടുത്താൻ കേസ് കൊടുത്തോ? കൊടുത്തില്ല, എല്ലാം തയ്യാറാക്കിയതേ ഉള്ളൂ. ഏത് ആശുപത്രിയിലാ പോയത്? വർക്കല ഗവൺമെന്റ് ആശുപത്രിയിൽ. അവിടുത്തെ കേസ് ഡയറിയിൽ എഴുതി വെച്ചതാണ്. പരിക്ക് എങ്ങനെ പറ്റിയതാന്ന് പറഞ്ഞ്? അടി കൊണ്ടതാന്ന് ഞാൻ പറഞ്ഞു. ആരടിച്ചതെന്ന് പറഞ്ഞു? ഭർത്താവ്. ഉപദ്രവത്തിൽ നിന്നാ പരിക്കേറ്റെന്ന് വെച്ചാല് it is the duty of the police to inform the പിന്നെ doctor. It is the duty of the doctor to inform the police. 2 വർഷമായി എന്നെ വന്ന് വിളിച്ച് ഞാനിങ്ങനെ നെടുങ്ങോലത്ത് താമസത്തിന് വന്ന്. അതിലൊരു 6 മാസം മാഡം എന്നെ എൻ്റെ കൊച്ചിനെ പട്ടിണിയില്ല നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അനുഭവിക്കാൻ ദുഃഖമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇദ്ദേഹം ഓണത്തിന് ഞങ്ങളെ കൂടെ നിന്നിട്ട് ചതയാഘോഷത്തിന് ഓണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചതയാഘോഷം ഇത്തവണ മുമ്പേ ഇരുന്നല്ലേ, എങ്കിൽ ഞാനൊന്ന് കറങ്ങിയിട്ട് വരട്ടെന്നും പറഞ്ഞ് പോയ മനുഷ്യനെ കണ്ടില്ല. ഉച്ച കഴിഞ്ഞിട്ടും കണ്ടില്ല. അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അപ്പോഴവളെ വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പാഞ്ഞിങ്ങനെ വന്നിട്ട് മൊബൈലുണ്ടെന്ന് അവിടെ വെച്ചിട്ട് ഇദ്ദേഹം അവരെ വീട്ടിൽ പോയി. ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ നമ്പർ വിളിച്ചപ്പോൾ ഇവിടെ എടുത്തപോലെ അണ്ണനങ്ങ് വീട്ടിൽ എത്തിയോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് അത് പറയുന്നത് തെറ്റുണ്ടോയെന്ന് വെച്ചാൽ മേഡം എനിക്ക് അറിഞ്ഞൂടാ. ശാരീരികമായി ലൈംഗിക വീഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരിത് എൻ്റെ ഭർത്താവിൻ്റെ ഈ സൈഡിൽ പറ്റിയിരുന്നു. അപ്പം ഞാൻ വിളിക്കുന്ന സമയത്തും കണ്ട അവർ ലൈംഗികമായി ബന്ധപ്പെട്ടിരുന്ന സമയത്തങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പിടച്ചടിച്ച് ഓടി വന്നു. അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കി. അപ്പോൾ ഇത്ര കനമുള്ള ഒരു കമ്പിക്ക് എൻ്റെ ഈ കാലിലടിച്ചു വന്നു. ഇത്രയൊക്കെ പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ പോലീസിൽ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ അതിന്? ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എനിക്കൊരു സഹായത്തിന് ആരും ഇല്ലാതായി പോയി. അത് പോലീസിൽ ചെന്ന് പരാതി കൊടുക്കുന്നതിന് എന്തിനാ സഹായം? അറിഞ്ഞൂടാ മേഡം ഇവർക്കൊന്നും. പോലീസിൽ ഒന്ന് കാല് പിടിച്ച് കരയുമ്പം പിന്നെയും അല്ല അങ്ങനെ ആയിപ്പോവും. ഇത്രയും പീഡനങ്ങൾ ഓൾറെഡി അനുഭവിക്കുന്നു, ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസിനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് മിക്ക ദിവസവും മൊബൈൽ എടുത്ത് വെച്ച് എന്താ ഇങ്ങനെ കാണും. ഇങ്ങനെ ഞാൻ ചെന്ന് എത്തി നോക്കിയപ്പോ ഇവര് തങ്ങളിലുള്ളത്. ഇത് കണ്ടാടി, നിന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, കൊച്ചു വലുതായി വരുക. ഇവിടെ ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇംഗ്ലീഷുകാർ കാണിക്കുന്ന നിനക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പന്ന സ്ത്രീ അല്ല, ഞാൻ കുടുംബത്തിൽ പറഞ്ഞതാ, എനിക്കത് കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾക്ക് സുഖമില്ലാതായി മുറുക്കാൻ ചവയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു, മുറുക്കാൻ ചവയ്ക്കല്ലേ അസുഖം വരും. അത് അവള് പറഞ്ഞ് ബീഡി വലി കുറച്ചിട്ട് മുറുക്കാൻ ചവയ്ക്കാൻ, അവളും ചവയ്ക്കാന്ന് പറഞ്ഞു. ഞാനത് കളഞ്ഞു. ഇയാള് നേരെ ആവട്ടെ എന്ന് കരുതി ഞാൻ ഇത്രയും സഹിച്ചത്. പക്ഷെ ഇയാള് നേരെ ആവൂല മേഡം, ഇയാള് നന്നാവൂല. ഇവരുടെ അയൽവാസിയുടെ ഒരു ഇതെടുത്തിട്ടുണ്ട് നമ്മള്. ആ അമ്മയ്ക്കറിയാം, ആ അമ്മ എന്നെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചത് തന്നെ. ഈ ചെറുക്കനെ നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന, കല്യാണം കഴിക്കാൻ വരുന്ന കാലം തൊട്ട് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇവരിവിടെ കിടന്ന അടിയും വഴക്കും. ഇവൻ നല്ലവനായിട്ട് നിന്നവനാണ്. പക്ഷേ ഈ മണ്ണിലുള്ള പരിപാടിക്ക് കായലിൻ്റെ വള്ളത്തിൽ പോയാണ് ഇവൻ പന്നലായത്.
പിന്നീട് അവൻ അവിടെ ആയിട്ടൊരു പെണ്ണുമായിട്ട് ബന്ധമായി. പിന്നെ ഇവളും അവരുമായിട്ട് തമ്മിൽ അടിയും വഴക്കും. ഡെയിലി 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 34 മണിക്കൂർ അവർക്ക് അടികൂടാനേ സമയമുള്ളൂ. എങ്ങനെയെങ്കിലും അവനെ നല്ലതാക്കാമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇവള് ഇതായില്ല പൂതക്കളത്തൊരു പോലീസിൻ്റെ വീട്ടിൽ പോയി വേല ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് അവിടെ തമ്മിൽ അമ്മയും മക്കളുമായിട്ട് വഴക്കായി അവൾ ഇവിടുന്ന് വാരിക്കെട്ടി പോയതാണ് ഈ പെണ്ണിക്ക്, ഈ പെൺകൊച്ചിക്ക്. പക്ഷെ ഇവളെ കയ്യിലും തെറ്റുണ്ട്. കാരണം ഇവൾ പോയപ്പോഴേ അതിൻ്റെ ഉള്ള നിയമം അവൾ ചെയ്യണമായിരുന്നു. പലയിടത്ത് ഇവൾ കേസും കൊടുത്ത് കൊണ്ടുവന്ന് ഇതെല്ലാം ശരിയാക്കാം. അവൻ വിളിക്കുമ്പോൾ അവൻ്റെ പുറക്കെ പോകും, വീണ്ടും അവൻ വരും. ആ തരത്തിലുള്ളതാണ് ഇവള്. എവളാരും നമ്മൾ ഉള്ളതാണ് ഇങ്ങനെയാണ്. ഇപ്പം അങ്ങോട്ട് പറഞ്ഞിട്ട് പോയാൽ നാളെ ഇപ്പം നിങ്ങൾ പോകുമ്പോൾ നമ്മളെ തിരിഞ്ഞ് നീത്ത വിളിച്ചാലും ആകും. ഉള്ള സത്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പൊടിക്ക കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങൾക്ക് പുണ്യേ കിട്ടത്തുള്ളൂ. ആരെങ്കിലും മധ്യസ്ഥ നിന്നാ പിന്നെ അവര് വില്ലരാകും. അവര് പറഞ്ഞ സത്യം മാഡം, അവര് പറഞ്ഞ സത്യം. ഇദ്ദേഹം വന്ന് വിളിക്കുമ്പോ ഞാൻ കൂടെ പോകും. ഇന്ന് ഞാൻ ഒറ്റപ്പെട്ട് എന്റെ ജീവിതവും പോയി, എന്റെ കുടുംബവും തകർന്നു. എന്റെ ഭർത്താവിന്റെ തീരുമാനം ആദ്യം ഞാൻ പറയുന്ന ഇതാ, എന്റെ ഭർത്താവിന് എന്നെ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞ്. ഇവിടെ പറയണം എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിന് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ മാഡം ഞാൻ കിടന്ന് പിടിക്കുന്ന? എൻ്റെ വീട്ടുകാരെന്ന സാധനവും തന്ന്, എൻ്റെ കുഞ്ഞിനെ കെട്ടിക്കാനുള്ള സാധനവും തന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം. ഇവരമ്മയുടെ വായിരിക്കുന്ന ചീത്തകളെല്ലാം കേട്ട് എൻ്റെ മക്കള്, എൻ്റെ ചേട്ടന്മാർക്ക് ജനിച്ചതാന്ന് പറയുന്നു. 2 മക്കളും. എൻ്റെ മോനെ കണ്ടാ പറയത്തില്ല. റജി കേസ് കൊടുത്തില്ലയോ? എല്ലാം ഒരുങ്ങിയതല്ലേ മാഡം? കൊടുത്തില്ല. ഒരുങ്ങിയതേ ഉള്ളൂ. പിറ്റേന്ന് വരുമ്പോ ഇവരുടെ കൂടെ പോകും. കൊടുക്കാനെല്ലാം കൊണ്ട് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു ഈ സ്ത്രീയായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല, നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ കേസ് കൊടുത്തില്ല. ഇദ്ദേഹം വിളിച്ച് എൻ്റെ കൂടെ ഉള്ളവർ എന്നെ തിരക്കാരും. അപ്പോൾ അവർ എന്നെക്കാട്ടി ജീവിതം അറിയാവുന്നതുകൊണ്ടാണല്ലേ പറയുന്ന, ഒരു വട്ടം കൂടെ പരീക്ഷിക്കുക എന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഞാൻ വീട്ടിൽ നിന്ന് വാരിക്കെട്ടി വന്ന് ഇപ്പുറം ഇവിടെ വന്നും പോയി. ഞാൻ ഇനി പട്ടിണി കിടക്കാൻ ഇല്ല. ഇനി ഞങ്ങളിൽ മുതലില്ല. അവിടെ ജയിച്ചില്ല. ഇനി അപ്പം കേസ് കൊടുത്താലേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ബന്ധം മേഡം അവിടെ കൊച്ചിന് ഓണമായിട്ട് ഇവർ ഒന്നും തരത്തില്ല. ഞാൻ തൊഴിലുറപ്പിന് പോകും, അതിൻ്റെ പൈസ കിട്ടിയാലേ ഓണം കൊള്ളാക്കും. അപ്പം ഞാൻ മെമ്പറിനെ എപ്പോഴും ശല്യം ചെയ്യും. സാറേ ഞങ്ങൾക്ക് പൈസ വേണം, ഓണം കൊള്ളണമെന്ന് പറഞ്ഞു. അവന് കുഞ്ഞിന് വിശന്ന് വയ്യ. അപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവർ അച്ഛൻ അളന്ന് 3 സെൻറ്റ് തന്നെടുത്ത് തടി വെച്ച്, മരുത്തടി. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ ഞങ്ങളത് വിശന്നിരിക്കുന്ന, മരുത്തടി കിടക്കുകയല്ലേ. ഞാൻ എൻ്റെ കൊച്ചിനെ പുഴുങ്ങി കൊടുക്കാൻ പറഞ്ഞാൽ അതിൽ നിന്ന് 2 മണ്ണ് മാറ്റി 2 ചീനി എടുത്ത് പുഴുങ്ങി കൊടുത്തതിന് ഇനി അവിടെ ഉണ്ടാകാൻ വിപ്ലവം ഒന്നുമില്ല മാഡം. അമ്മാവൻ പറയാ വെട്ടി ഇറാവളാ, അല്ലെങ്കിൽ അവളെ പിടിച്ചില്ല റോഡിൽ കൊണ്ട് നിർത്തടാ. പ്രമോദ് വന്നിട്ടുണ്ട്, വിളിക്കാം. പ്രമോദ് ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ദിശ തനിക്ക് അന്യമായെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ഒറ്റപ്പെട്ടെന്ന് പരിഭവം പറയുന്നവൻ. അതിനാൽ തന്നെ ഞാൻ മറ്റൊരു പെണ്ണിന് മനസ്സ് കൊടുത്തുവെന്ന് ന്യായീകരിക്കുന്നയാൾ. തനിക്ക് സ്നേഹം തരാതെ കടന്നുപോയ ഭാര്യയെ താൻ അകറ്റിയെന്ന് തീരുമാനം പോലെ പറയുന്ന മനസ്സിനുടമ. അങ്ങനെ ഒരുപാടുണ്ട് ഈ മനുഷ്യനെ നിർവചിക്കാൻ. പരിഭവം പറച്ചിലുകളുടെ വേലിയേറ്റങ്ങൾക്കിടെ തകർന്നുപോയ മനസ്സിന്റെ വിങ്ങലാണോ ഇത്? അതോ അതിരുകടന്ന അവിശ്വാസത്തിന്റെ ബാക്കി പത്രമോ ഈ ജീവിതം? പൊള്ളിന്റെ ഉള്ളറിയിക്കാൻ ഇയാളെത്തുന്നു ജീവിതം സാക്ഷിയിൽ. സാക്ഷി പറയാൻ, തുറന്നടിക്കാൻ, ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം കാട്ടിത്തരാൻ. അങ്ങനെ നമുക്ക് കാണാം ബൈജു എന്ന പ്രമോദിന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ച. അല്ല, റജി പറഞ്ഞു, റജി കുറെ കാര്യങ്ങൾ പറഞ്ഞു. നന്നായിട്ട് താമസം, നല്ല മനുഷ്യൻ, നന്നായിട്ട് സ്നേഹിക്കുന്നയാള്, എല്ലാ കാര്യങ്ങളും നോക്കി നന്നായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ ഇടയ്ക്കൊരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് അടുപ്പമായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയോ മാറ്റങ്ങളും കുഴപ്പങ്ങളും ഒക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. ഒന്നുമില്ല, അവളായിട്ട് തന്നെ എന്നെ വേണ്ടെന്ന് പറഞ്ഞതും. ആരെ വേണ്ടെന്ന് പറഞ്ഞേ? ആരെ? രജി. ആരെ വേണ്ടെന്ന് പറഞ്ഞു? എന്നെ വേണ്ടെന്ന് പറഞ്ഞത്. വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? കാരണം ഞാൻ നൈറ്റിൽ മണ്ണ് വരാൻ പോണമെന്നാണ്. അപ്പം ഞാൻ നൈറ്റിലാണ് ജോലിയും കഴിഞ്ഞ് വരുന്നത്. അപ്പം ഞാൻ ഈ പണിയും കഴിഞ്ഞ് വരുന്നിടത്ത് ഇപ്പം എൻ്റെ അടുത്ത് വേറൊരാൾ സഹകരിച്ചാൽ, മിണ്ടിയാൽ അവിടെ പറയുന്ന വേറെ രീതിയാണ്, മോശമായിട്ട് പറയും. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വന്ന് മിണ്ടിയാലും പറയും നീയാണ് അവന് കൂട്ടി കൊടുക്കുന്നതെന്ന് പറയും.
മറ്റ് പല സ്ത്രീകളെ കുറിച്ച് ഒരു മോശമായിട്ട് പറയുന്നുണ്ടോ അവര്? പറയുന്നു. അങ്ങനെയാണോ? സ്വന്തം അമ്മ. ഞാൻ ഓരോ സ്ത്രീകൾ പറഞ്ഞിട്ടും വിശ്വസിക്കാതെ എൻ്റെ കണ്ണി കണ്ടതിന് ശേഷമാണ് ഞാൻ വിശ്വസിച്ചത്. ഇദ്ദേഹം ആ സ്ത്രീയെ കൊണ്ട് ബൈക്കിൽ പോണത് എൻ്റെ അയലത്തുള്ള ഒരാൾ കണ്ടിട്ട് പറഞ്ഞു, നീയല്ലേ അവൻ്റെ കൂടെ ബൈക്കിൽ പോയാ? അപ്പം ഞാൻ പറഞ്ഞു, ഞാനെങ്ങും പോയില്ല മാമ, ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇന്ന സ്ത്രീ ആയിരിക്കും, ഇതൊരു കഥ ഇവിടെ വരുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന കണക്ക് ഇദ്ദേഹത്തിന് യാതൊരുവിധ സംശയങ്ങളും എനിക്ക് ഇല്ലായിരുന്നു മാഡം. എൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ച് നോക്ക്, എന്നെ പറ്റി പറയാം, ഒരു സംശയവും ഇല്ലായിരുന്നു. എന്താണ് ബൈജു അങ്ങനെ ഇല്ലെന്നാണല്ലോ പറയുന്നത്? അങ്ങനെ തന്നെയുള്ളത്. ഇവർക്ക് സംശയമാണല്ലോ. ഇവർക്ക് മാനസികമായിട്ടൊരു തകരാറാണ്. ഒരു അമ്മയ്ക്കും തകരാറാണ്. എന്ന് വെച്ചാൽ അവര് ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നത് അവരുടെ മാനസികമായ തകരാറ് കൊണ്ടാണോ നിങ്ങളുടെ തകരാറുണ്ടോ? എന്തിനാ നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നത്? അവരെ അടിച്ചിട്ട് അവരുടെ കണ്ണിന് കാര്യമായിട്ടുള്ള കുഴപ്പം സംഭവിച്ചത് ആരുടെ തകരാറ് കൊണ്ടാണ്? നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ തകരാറ് നിങ്ങൾക്കാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ നിങ്ങളെന്നും പറഞ്ഞ് ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ഒരു പെൺകുട്ടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതാന്തം അവളുടെ പരമ്പര പിന്നെ ആ ഭർത്താവുമായിട്ട് മാത്രമാണ്. എൻ്റെ ദൈവം, ഒരു സ്ത്രീയുടെ മാനവും സ്വത്തും ജീവന്റെയും സംരക്ഷകനാണ് ഭർത്താവ്. അവളുടെ അഭിമാനത്തിൻ്റെയും അവളുടെ സ്വത്തിൻ്റെയും അവളുടെ സ്വത്തെന്ന് എല്ലാം വരും. അതാണ് ഒരു ഭർത്താവ്. അത് നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. നമുക്ക് ജയിക്കാൻ വേണ്ടി പറയാം കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ അവൾ ഇങ്ങനെ പോകുന്നു, അവൾ അങ്ങനെ പോകുന്നു, അവൾ അങ്ങനത്തവളാ ഇങ്ങനത്തവളാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജയിച്ചു എന്ന് വിചാരിക്കുമ്പം ആണെന്ന് പറഞ്ഞ അവൻ്റെ മീശ എന്തിനു പിന്നെ വെച്ചേക്കുന്നു? അവിഹിതമായിട്ട് വല്ലതും വെച്ച് കൊടുത്താലാണെങ്കിൽ കല്യാണം കഴിക്കണ്ട. ഇവിടെ ഒരു ബന്ധം, അവിടെ ഒരു ബന്ധം, പോകുന്നിടത്തരണം വരുന്നിടത്തരണം. പെണ്ണുങ്ങളും ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഇങ്ങനെ ഭർത്താവും ഉണ്ട്, കൊച്ചുങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന നടക്കുക. അങ്ങനെ ശരിയാണോ അത്? അപ്പൊ ആ സ്ത്രീയുടെ കണ്ണ് പൊട്ടിയിട്ട് ആ ഡോക്ടർ ഇൻഫോം ചെയ്തില്ല എന്നുള്ളത് പാനൽ ഇപ്പൊ പറഞ്ഞു തെറ്റാണ്. കാരണം ആ ഡോക്ടർ ഇൻഫോം ചെയ്യണമായിരുന്നു. ഭർത്താവ് അടിച്ചിട്ടാണ് കണ്ണിനിങ്ങനെ അപകടം പറ്റിയത് എന്നുള്ളത് ഇൻഫോം ചെയ്യണമായിരുന്നു. ആ രീതിയിലൊക്കെ നിങ്ങളുടെ നാട്ടുകാരൊക്കെ കണ്ടിരിക്കുന്നു. ആ സ്ത്രീയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടിരിക്കുന്നു. ആരും കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ മൊബൈൽ, ഈ വൃത്തികെട്ട മൊബൈൽ ആ സ്ത്രീയെ കാണിച്ച് ശരിയാണോ? അത് തെറ്റാണ്. ഞാൻ കാണിച്ചതൊന്നുമില്ല. പിന്നെ അത് ഉണ്ടാക്കി പറയുന്നതാണ്. ഞാൻ ആരെയും കാണിക്കാനൊന്നും പറയൂ അങ്ങനെ. നിങ്ങളതിലുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഇതിപ്പോ നിങ്ങൾ നിസ്സാരമായിട്ട് വിചാരിക്കരുത്. നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ സർവ്വ സാധനങ്ങളും അതിന്റെ ടെസ്റ്റും അതിന്റെ കാര്യങ്ങൾക്കായിട്ട് പോയി കഴിയുമ്പോൾ ഇതൊക്കെ വെളിയിൽ വരും. കള്ളം പറയരുത് ഇവിടെ. ഇല്ല. ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് സമ്മതിക്കണം. പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തോന്ന്? ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങളുടെ ഉണ്ടായിരുന്നോ അത്? എന്റെ ഉണ്ടായിരുന്നാന്ന് എനിക്കറിയില്ല. മൊബൈലിനകത്തില്ലായിരുന്നു. മൊബൈലിലില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ദിവസം. പിന്നെ ആർക്കറിയാവുന്നേ? എനിക്കറിയില്ല. എൻ്റെ ഇല്ലായിരുന്നു, മൊബൈലിലായിരുന്നു. മൊബൈലില്ലായിരുന്നു. സംഭവിച്ചത് സംഭവിച്ചു. പക്ഷെ അത് മൊബൈലിൽ വന്നത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ സംഭവം. അപ്പൊ നിങ്ങൾ അറിയാതെ ആരെങ്കിലും എടുത്തായിരിക്കും ചിലപ്പം നിങ്ങളുടെ മൊബൈലിൽ. അതായിരിക്കാനാണ് സാധ്യത. നിങ്ങൾ അറിയാതെ മൊബൈലിൽ ആ സ്ത്രീയായിട്ടുള്ള ബന്ധമൊക്കെ ഏതോ ഒരുത്തരെടുത്ത് അവരെ കാണിച്ചതായിരിക്കണം. അങ്ങനെയൊന്നുമില്ല. ആളാരെന്നുള്ളവർ പറയുന്നില്ല. അതായിരിക്കും ചിലപ്പോ. അങ്ങനെയൊന്നുമില്ലായിരുന്നു. എൻ്റെ മൊബൈലിനകത്ത് ഇതില്ലായിരുന്നു, മെമ്മറി കാർഡില്ലായിരുന്നു. സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നത് ആ സ്ത്രീയുടെ ഒരു കുടുംബം ഇവള് അനാഥമാക്കി. ഇവള് പോയി അവിടെ സംസാരിച്ച് അങ്ങേരുമായിട്ട് ബന്ധമായി അനാഥമാക്കിക്കൊണ്ടാണ് ഞാൻ ആ പെണ്ണിനെ എടുത്തത്. പെണ്ണ് ഞങ്ങൾ എടുത്തു. ശരി. ഇവരെന്തോ പോയി സംസാരിച്ചു? അല്ല, അവിടെ പോയി അനാവശ്യം പറഞ്ഞു. ഞാനായിട്ട് അതെന്നോ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിനകത്ത് ഭാര്യ പറയൂ, ആ നാട്ടിൽ എത്രയോ സ്ത്രീകളുണ്ട്. നിങ്ങളുമായിട്ട് ഇടപെടുന്നവരും അവരുമായിട്ട് ഇടപെടുന്നവരും അവിടെ ഉള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരാരും ഒന്നും പറയാതെ ഒറ്റക്കൊണ്ടാണ് ഈ ഒരു സ്ത്രീയെ മാത്രം അവര് പോയി പറയുന്നത് വെറുതെ ആവുമോ? അന്ന് പറയരുതേ. നമ്മളിവിടെ വിവരമില്ലാത്തവരല്ലേ. എന്തോന്ന് തിരക്കാൻ? ഒന്ന് പറഞ്ഞ ഉടനെ അവളെ അങ്ങ് എടുക്കുവോ? അവർക്ക് കുടുംബമൊന്നുമില്ലേ? ഭർത്താവില്ലേ? ആർക്കാ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അവിടെ ബന്ധം ഒഴിഞ്ഞായിരുന്നു. നിങ്ങൾ കാരണം എന്നാ ഇവള് കാരണമാണ് ആ ബന്ധം. ഏവള് കാരണം? നിങ്ങൾ ഈ അനാവശ്യ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ആ സ്ത്രീ വന്ന് സംസാരിച്ചു. അല്ലാതെ ചുമ്മാ പറയൂ. എന്താ സ്വപ്നം കൊണ്ടൊരു സ്ത്രീ പറയൂ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്, ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കൂ. സത്യസന്ധത ആത്മാർത്ഥമാണെടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു, നീ പോ നിന്റെ പാട്ടിന്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാം. കാരണം അവള് കല്യാണം കഴിഞ്ഞ്
കുടുംബമായിട്ട് താമസിക്കുന്ന സ്ത്രീയാണ്. നീ അത് പറഞ്ഞത് ശരിയാണോ? അവളെ 2 അടി കൊടുത്തോ, ചീത്ത പറഞ്ഞോ, എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചോളാം, നീ വേണ്ട എന്ന് പറഞ്ഞ് ഇയാൾ താമസിച്ചെങ്കിൽ ഈ നാട്ടുകാർ വീട്ടുകാർ ഈ വേദി വരെ വരുമോ? ആ സ്ത്രീയുടെ ബന്ധം എങ്ങനെയാ ഒഴിഞ്ഞത്? അത് ഇവിടെ തന്നെ അവിടെ ഭാര്യ ഭർത്താവുമായിട്ട് എന്ന് പറഞ്ഞു. എനിക്ക് അഗീത ബന്ധങ്ങളുണ്ട്. ആ സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞു. ആ അപ്പൊ അവരുടെ ഭർത്താവ് അറിയുന്നത് റജിയിൽ നിന്നാണ്. അപ്പൊ അവരുടെ ഭർത്താവ് ആ വീട്ടിലില്ലേ? ഉണ്ട്, ജോലിക്ക് പോകും. അപ്പൊ ജോലിക്ക് പോകുമ്പോഴേ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്? ഞാനായിട്ട് ബന്ധപ്പെടുന്നില്ല, അന്നൊന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ റജി പറഞ്ഞതിന്റെ പേരില് ആ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചു എന്നാണോ പറയുന്നത്? ഓ, അപ്പൊ അയാള് ജോലിക്ക് പോയി കഴിഞ്ഞ് വളരെ കോടതി മാത്രമാണോ അവര് വിവാഹബന്ധം വേർപ്പെടുത്തിയോ? അതെനിക്കറിയില്ല. അത് പിന്നെ നിങ്ങൾ പിന്നെ എങ്ങനെയാ നിങ്ങൾ എടുക്കാൻ പറ്റുന്നത്? ഒരു ഭാര്യയുള്ള ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് അധികാരത്തിന് പുറത്ത് നിങ്ങൾ ചെയ്തു? കോടതി മുഖേന അല്ലാതെ ബന്ധം എങ്ങനെ ഒഴിയും? ബന്ധം ഒഴിയണമെങ്കിൽ കോടതി മുഖേന പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ വേറൊരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നതേ തെറ്റ്. ഒരു ബന്ധം എങ്ങനെ കോടതി മാത്രം അല്ലാതെ എങ്ങനെ ബന്ധം ഒഴിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ പറ്റും? മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് അയാളുടെ അനുമതിയില്ലാതെ ബന്ധം പുലർത്തുന്നത് 7 വർഷം ശിക്ഷിക്കത്തക്ക കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ആ ഭർത്താവ് ഒരു കേസ് നിങ്ങളുടെ പേരിൽ കൊടുത്താല് നിങ്ങൾ ഇന്ന് ജയിലിൽ പോകും. ഈ വക ആൾക്കാർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ മാഡം. ഇത് പറഞ്ഞത് ഇത് കുറെ പേർക്ക് വിവരം വെക്കട്ടെ. ഏതെങ്കിലും ഇങ്ങനെ തലയും മറച്ചുകൊണ്ട് അനാവശ്യമായിട്ട് പല വീടുകളിലും കയറി ഇറങ്ങുന്നവന്മാർക്ക് വിവരം വെക്കട്ടെ. ആ പെണ്ണിന്റെ വീട്ടിൽ കയറി ചെല്ലുന്നത് കുടുംബമായിട്ട് താമസിക്കുന്ന വീട്ടില്. ഞാൻ അവരുടെ വീട്ടിലൊന്നും കയറി ചെന്നിട്ടില്ല. പിന്നെ വേറെ എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ സംഗമം? എന്റെ സംഗമം എടുത്തത് എവിടെ വെച്ചാ? പറഞ്ഞല്ലോ എടുത്തു എന്ന് പറഞ്ഞല്ലോ. എടുത്തത് എവിടെ വെച്ചാ എടുത്തേ? നടു റോഡി വെച്ചു. എവിടെ വെച്ചാ എടുത്തേ? പറയൂ, എവിടെ വെച്ചാ എടുത്താ പറയൂ. ഞാൻ അവളെ വീട്ടിൽ ചെന്ന കാര്യം പറഞ്ഞു. അവിടെ വീട്ടിൽ ചെന്നാ അതാ പറഞ്ഞത്. അവിടെ വീടല്ല, അവിടെ ഭർത്താവെന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുക. തന്റെ വീട്ടിൽ തന്റെ ഭാര്യ താമസിക്കും. താൻ ഇല്ലാത്ത സമയത്ത് ഒരുത്തം വന്ന് ഇവിടെ എടുത്താൽ എന്ത് തോന്നും? കൊണ്ടുപോകാൻ പറയൂ. കൊണ്ടുപോകാൻ പറയൂ. അത്ര ബോധ്യമേ ഉള്ളൂ. അവള് വന്നിട്ടുണ്ടോ കൂടെ? മറ്റേ ആ സ്ത്രീ സുനിത, അവരെ വരാൻ പറയും.